മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി സുസ്മിത പ്രഭാകരൻ. പ്രധാനമായും മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പല സീരിയലുകളിലും ഉണ്ടായിരുന്നുവെങ്കിലും ഫ്ലവേഴ്സ് ടിവിയിലെ സുഖമോ ദേവിയിലെ ദേവി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത താരം എന്ന് തന്നെ താരത്തിനെ വിശേഷിപ്പിക്കാം. തൃശ്ശൂരുകാരിയായ ഈ പെൺകുട്ടിയെ മലയാളി പ്രേക്ഷകർ അഭിമുഖങ്ങളിലൂടെയും റീലുകളിലൂടെയും ഏറ്റെടുക്കാറുണ്ട്. പലപ്പോഴും താരത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഏക മകളാണ് താരം. വിവാഹം വേണ്ടെന്ന് വെച്ച സുസ്മിതയുടെ ചേട്ടനും അവിവാഹിതനായി ഇപ്പോഴും കഴിയുകയാണ്. നടിയുടെ യഥാർത്ഥ പ്രായം ഉൾപ്പെടെ പലതും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് മാറുകയാണ്. പ്രധാനമായും മലയാള സീരിയലുകളിൽ പ്രത്യക്ഷപ്പെട്ട താരത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുകയാണ് എന്ന് തന്നെ പറയാം. മിനിസ്ക്രീനിൽ വേറിട്ട പ്രണയകഥയിലൂടെ മിനിസ്ക്രീനിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി തന്നെ മാറുകയുമായിരുന്നു. സ്വന്തം ശ്രീയായി മാറിയ താരമാണ് സുസ്മിത പ്രഭാകരൻ. ഗുരുവായൂർ സ്വദേശിയാണ് സുസ്മിത. ഗുരുവായൂരപ്പൻ നൽകിയ അനുഗ്രഹം തുണയും ധൈര്യവുമാണ് എന്ന് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് എപ്പോഴും താരം വെളിപ്പെടുത്തുന്നു. ഭൂമി ചിത്രയുടെ ഓഡീഷനിലൂടെയാണ് സംവിധായകൻ ജനാർദ്ദനൻ സുസ്മിതയെ തിരഞ്ഞെടുത്തത് എന്നതുകൂടി പറയുന്നുണ്ട്. എനിക്ക് വിവാഹം വേണ്ട എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇപ്പോഴാരെയും വിശ്വസിച്ച് കേട്ടാനാകില്ലല്ലോ, അങ്ങനൊരു കാലമല്ലല്ലോ. ചിലത് സക്സസ് ആകും, പരീക്ഷണം എന്ന് എനിക്ക് മുന്നിലില്ല. ഒരു ചായയൊക്കെ ആയി പോകേണ്ട അവസ്ഥകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയാണ് മുടി ബോബ് ചെയ്യുന്നത്. ഒരു പ്രോപ്പർട്ടി പോലെയല്ല അവിടെ ചെന്ന് നിൽക്കുന്നത്. അങ്ങനെ കുറേ വട്ടം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കൂടി വന്നപ്പോഴാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ആരും ഫോഴ്സ് ചെയ്യാതെയായി എന്നാണ് നടി പറയുന്നത്. കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മാറിക്കിട്ടി. കടങ്ങൾ കുറേശ്ശെ വീട്ടിൽ തീർന്നിരുന്നു. ഡാൻസ് പഠിക്കണമെന്ന ആഗ്രഹം പോലും വേണ്ടെന്ന് വെച്ചത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാര്യം കൊണ്ടാണ്. ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അഭിനയത്തിലേക്ക് വന്നത്. പിന്നെ എന്നെയും കുടുംബത്തെയും സമൂഹം അംഗീകരിക്കണമെന്നും ഉണ്ടായിരുന്നു. ഇത് അഭിനയത്തിലൂടെ സാധിച്ചു എന്ന് സുസ്മിത പറഞ്ഞു. അഭിനയത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആദ്യം കുടുംബം ഇത്തിരി വിഷയമായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും എന്തു പറയുമെന്നാണ് വീട്ടുകാർ കരുതിയത്. അഭിനയം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ആരും അധികം ചെയ്യാത്തൊരു പണിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും സുസ്മിതയെ അലട്ടിയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ സുസ്മിതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ പല സന്ദർഭങ്ങളും ഉണ്ടായി എന്ന് പറയുന്നു. അക്കൂട്ടത്തിൽ തന്നെയാണ് അവിവാഹിതയായി കഴിയുന്ന ജ്യേഷ്ഠൻ്റെ കാര്യം കൂടി പറയുന്നത്. താരത്തിനെ കണ്ടാൽ വളരെ ചെറുപ്പമാണ് എന്ന് തോന്നുമെന്ന് പ്രേക്ഷകർ പറയുന്നു. വിവാഹം കഴിക്കാനുള്ള പ്രായമായി എന്നൊട്ടും കരുതുന്നില്ല. അങ്ങനൊരു പ്രായമായും തോന്നുന്നുമില്ല. ഇനിയും ഒരുപാട് അഭിനയിക്കൂ. എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ മാത്രം വിവാഹം കഴിച്ചാൽ മതി, അല്ലാതെ അതിലേക്ക് ചിന്തിക്കേണ്ട. ഇങ്ങനെയാണ് പലരും കമൻറ്റുമായും കൂടുതലും പ്രേക്ഷകർ അധികം എത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.